അച്ഛനും എന്ന് പറയുന്നത് ജനിതകപരമായി ആ ജനിതകം പോലും അവരുടേതാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തതാണ്. അവരുണ്ടാക്കുന്ന കുഞ്ഞിനെ ഇന്ന കുഞ്ഞിനെ ഉണ്ടാക്കുന്നതെന്ന് അവരറിയുന്നില്ല. അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തേ ഉള്ളൂ. ആ ലൈംഗിക ബന്ധത്തിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുഞ്ഞ് രൂപപ്പെടുത്തുന്നത് ഇന്ന് സമൂഹത്തിനകത്തെ പൊതുവായ ആയിരക്കണക്കിന് സംവിധാനങ്ങളിനകത്തൂടാണ്. ഇത് കാരണം കൊണ്ട് വളരെ ചെറിയ റോളിലേക്ക് അമ്മയും അച്ഛനും മാറിപ്പോയി എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാത്ത അമ്മയച്ഛന്മാരാണ് ഇപ്പോഴും വീടുകളിലുള്ളത്. ഇതുകൊണ്ടാണ് അമ്മയും അച്ഛനും പറഞ്ഞാൽ അനുസരിക്കണമെന്ന് അവർ വിചാരിക്കുന്നത്. നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംവിധാനം. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് പബ്ലിക് സ്കൂളുകൾ ഉണ്ടാകുന്നത്. അതൊക്കെ സാർ താങ്കൾ പറയുന്നത് കറക്റ്റ് തന്നെ. പക്ഷേ ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ എൻ്റെ അമ്മ ഒരു കാര്യം പറയുന്നത് കേൾക്കുന്നത് ഒരിക്കലും താങ്കൾ പറയുന്ന ചിന്തയിലല്ല. അവരോടുള്ള എൻ്റെ സ്നേഹം എന്ന് പറയുന്നൊരു ഫീലിംഗ് കൊണ്ടാണ്. അവർ പ്രായമായി, അവരെന്നെ ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്തു, അല്ലെങ്കിൽ എനിക്കുള്ള കാര്യങ്ങൾ നടത്തി തന്നു, എനിക്ക് പറയുന്ന കാര്യങ്ങൾ നടത്തി തരുന്നു, അല്ലെങ്കിൽ എന്നെ അവർ നല്ല രീതിക്ക് പഠിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്തു. ഇതിനൊക്കെ ഒരു റെസ്പെക്ട്, ഒരു സ്നേഹം ഞാൻ അവരോട് കാണിക്കുന്നു. തിരിച്ച് ആ ഒരു സ്നേഹമല്ലേ പരസ്പരം പാരന്റ്സും കുട്ടികളും തമ്മിലുള്ളത്. അല്ല, അപ്പൊ താങ്കൾ പറയുന്ന പാരന്റിനായിട്ട് ഒരു ബന്ധമില്ല. അല്ല, അത് ഇതെല്ലാം പെടുന്നതല്ലേ, ഈ അനുസരണ എന്ന് പറയുന്ന സ്നേഹത്തിൽ ഉൾപ്പെടുന്നതല്ലേ. 10% സാധനം നിങ്ങൾ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പറയാത്ത കാര്യങ്ങൾ എന്റെ വായിക്കാത്ത കേട്ടിട്ടുണ്ട്.